വെള്ളപ്പൊക്കത്തിന്റെ പിരിച്ചത് 50,000 കാ, ചെലവായത് 48,000 കായും, ബാലൻസ് 2,000 ഉള്ളൂ. ബാക്കി നമുക്ക് ഉരുൾപൊട്ടൽ പിടിക്കാം. എന്താ ഇത് എല്ലാരും വെറുതെ ഇരുന്നേ? പൂക്കളെടുത്തു 3,000 മൂഞ്ചി. ഇനി ഓണസദ്യ ഇങ്ങനെ തന്നെ ആണോടെ? നല്ല കുത്തരി ചോറ്, സാമ്പാർ, കൂട്ടുകറി, അവിയല്, അച്ചാർ, പച്ചടി, കിച്ചടി, പിന്നെ നല്ല പാലട പായസം. പായസം ഇങ്ങനെ പപ്പടു പൊടിച്ചിട്ട് ഒരു പഴവും കൂട്ടി ആല വലിയ മെനക്കെടാണ്. നല്ല ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. കൃത്യം 1 മണിക്ക്. ഓണത്തിന് ബിരിയാണി, മലബാർ ഓണം ബിരിയാണി. ആഹാ അന്തസ്. അപ്പൊ സദ്യയും ഗുദാഗവ കോയിത്തിട്ടം പോലത്തെ ഒരു പൂക്കളും 70 ഉറുപ്പ്യന്റെ ബിരിയാണി. ഇതിനാ ഇത്രയും ഫണ്ട് പിരിച്ചാ നീ? വൈകുന്നേരം പൊട്ടിക്കണ്ടേ? ഓണത്തിനെ സൂചിച്ച നമ്മള് പൊട്ടിക്കല്. ആ പൊട്ടിക്കലല്ല, ഈ പൊട്ടിക്കല്. ഓ ഇത് എന്നാ പിന്നെ ഈ ബിരിയാണിയും വേണ്ടേനും. ഇനി മാവേലെങ്കിലും വരുവാടേ. മാവേലി പാതാളം ഒന്ന് മാവേലി കൊടുക്കപ്പാ. മാവേലിനാടോ കാര്യം പറ. ഇതെന്ത് ഇങ്ങനെ? എങ്ങനെ ഇങ്ങനെയല്ലല്ലോ. നമ്മളെന്താ വീട്ടിലെക്കുമ്പോ ഉറങ്ങുമ്പോ പണിഞ്ഞൊരുങ്ങി നടക്കാൻ സീരിയൽ നടിയാണോ? വരുന്നില്ലേ? എങ്ങനെയാടോ ഈ വർഷം അങ്ങോട്ട് വരിക? ഉരുൾപൊട്ടലും പ്രശ്നങ്ങളൊക്കെയാണ് മാവേലി. എന്നാലും ഓണം നമ്മൾ ആഘോഷിക്കണ്ടേ? മാവേലി ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഓണത്തിന്റെ പിരിവെന്ന് നല്ലൊരു ഫണ്ട് തന്നെ ഉരുൾപൊട്ടലിന് മാറ്റി വെച്ചിട്ടുണ്ട്. അതല്ലടോ ഇപ്പത്തെ പ്രധാന പ്രശ്നം വാതിലിന് മുട്ടലല്ലേ? മാവേലിയും പ്രമുഖനാ? നിന്റെ അച്ഛനാടാ പ്രമുഖൻ. വത്സ കഴിഞ്ഞ വർഷം അതിരാവിലെ 2-3 വാതിലിന് മുട്ടേണ്ടി വന്നു. അത് രാവിലെ അല്ലേ മാവേലി, രാത്രി മുട്ടേനെ പ്രശ്നമുള്ളൂ. അപ്പൊ അത് പ്രശ്നമില്ല. എന്നാ ഇപ്പൊ എത്തി. എന്നാ പൊട്ടിച്ചാലോ? പിന്നെ ഇക്കൊല്ലം നായ്ക്കൊന്നും ഒരു കുറവില്ല. ഭൂമിയിലെത്തിട്ട് ആദ്യമായിട്ടൊരു പ്രചനം കണ്ടു. കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചേക്കാം. ഹായ് മാവേലി, നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ. മാവേലി വല്ലോ തരുമോ? എന്തെങ്കിലും താ മാവേലി. ഓണപ്പാട്ടൊക്കെ ഇങ്ങനെ പണമായി തരാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല വത്സ. ഗൂഗിൾ പേയിലും മതി മാവേലി. ആ പേ ബാധ്യൊന്നും എന്റെ കയ്യിലില്ല. നല്ല വെയിലല്ലേ, തൽക്കാലം ഈ കൊട നിനക്കിരിക്കട്ടെ. മാവേലി ഹെൽമെറ്റ് ഒന്ന് തരുമോ? ഹെൽമെറ്റോ? താങ്ക് യു മാവേലി. A few moments later.